ഹരേ കൃഷ്ണ. പഴത്തൊലി കഴിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥയറിയാമോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ കഥ ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാകും. ഒരിക്കൽ കൗരവസഭയിൽ സമാധാനദൂതനായി എത്തിയതായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ദുര്യോധനൻ ഒരുക്കിയ രാജകീയ വിരുന്നുകളും കൊട്ടാര സൗകര്യങ്ങളെല്ലാം നിരസിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരെ പോയത് തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ വിദൂരൻ്റെ കുടിലിലായിരുന്നു. ഭഗവാനെ സംബന്ധിച്ച് കൊട്ടാരത്തിലെ ആഡംബര വിരുന്നിനേക്കാളും വലുത് തൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലെ സ്നേഹമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ വിദൂരൻ്റെ വീട്ടിലെത്തിയപ്പോൾ വിദൂരൻ അവിടെ ഉണ്ടായിരുന്നില്ല. വിദൂരൻ്റെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വിദൂരൻ്റെ ഭാര്യ നോക്കുമ്പോൾ നല്ല മഞ്ഞപ്പട്ടണിഞ്ഞ് തലയിൽ മയിൽപ്പീലി ചൂടി പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിൽക്കുന്നു. ഭഗവാനെ കണ്ടപ്പോൾ വിദൂരൻ്റെ ഭാര്യയ്ക്ക് ഭക്തിയോടുകൂടി ആനന്ദ കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. സന്തോഷത്തോടെ ഭഗവാനെ അകത്തോട്ട് കൊണ്ടുപോയി കാലുകളൊക്കെ കഴുകിക്കൊടുത്തു. ഭഗവാനെ അവിടെ ഇരുത്തി. എന്നിട്ട് ഭഗവാന്റെ നാമങ്ങളൊക്കെ സ്മരിച്ചു. പെട്ടെന്നാണ് ഓർമ്മ വരുന്നത്, അയ്യോ ഭഗവാനൊന്നും കഴിക്കാൻ കൊടുത്തില്ലല്ലോ. അപ്പോൾ ഭഗവാന് കഴിക്കാൻ വിദൂരൻ്റെ ഭാര്യ കുറച്ച് വാഴപ്പഴങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ നോക്കി നിന്നുകൊണ്ട് വിദൂരൻ്റെ ഭാര്യ അതിൽ ലയിച്ചുപോയി. അറിയാതെ അവൾ ഭഗവാന് വാഴപ്പഴത്തിൻ്റെ തൊലി കയ്യിൽ വെച്ചിട്ട് വാഴപ്പഴം നിലത്തേക്ക് കളഞ്ഞു. വാഴപ്പഴം താഴെ കളഞ്ഞിട്ട് അതിൻ്റെ പഴത്തൊലിയാണ് ഭഗവാന് കഴിക്കാൻ കൊടുക്കുന്നതെന്ന് വിദൂരൻ്റെ ഭാര്യ അറിഞ്ഞില്ല. അവൾ ആ ഭക്തിയിൽ ലയിച്ചുപോയി. പക്ഷേ ഇതെല്ലാം ഭഗവാൻ സന്തോഷത്തോടെ വാങ്ങിക്കഴിച്ചു. ഭഗവാൻ ആ പഴത്തൊലി വളരെ സാധുള്ളതായിരുന്നു. കാരണം അതിൽ കലർന്നിരിക്കുന്നത് ഒരു ഭക്തയുടെ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. അപ്പോഴാണ് വിദൂരൻ അവിടേക്ക് വരുന്നത്. വിദൂരൻ വരുമ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യ ഭഗവാന് വാഴപ്പഴത്തിൻ്റെ തൊലി കഴിക്കാൻ കൊടുക്കുന്നു. അദ്ദേഹം ഓടി വന്നിട്ട് പരിഭ്രമത്തോടെ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദേവി, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഭഗവാന് പഴത്തൊലിയാണോ കൊടുക്കുന്നത്? ഭഗവാനെ, അത് കഴിക്കല്ലേ, അത് പഴത്തൊലിയാണ്. അപ്പോഴാണ് വിദൂരൻ്റെ ഭാര്യ ബോധതലത്തിലേക്ക് വന്നത്. തനിക്ക് പറ്റിയ തെറ്റിന് വിദൂരൻ്റെ ഭാര്യ ഭഗവാനോട് മാപ്പ് പറഞ്ഞു. ഭഗവാന്റെ പാദങ്ങളിൽ കിടന്ന് കരഞ്ഞു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ വിദൂരനോട് പറഞ്ഞു, വിദൂര, നിന്റെ ഭാര്യ എനിക്ക് നൽകിയത് വെറും പഴത്തൊലിയല്ല, അവളുടെ ഹൃദയത്തിൻ്റെ നിർമ്മലമായ സ്നേഹമാണ്. സ്നേഹത്തോടെ ആരെന്തെനിക്ക് നൽകിയാലും അത് എനിക്ക് അമൃതാണ്. നാം ഭഗവാന് എന്ത് നൽകുന്നു എന്നതിലല്ല, എങ്ങനെ നൽകുന്നു എന്നതാണ് പ്രധാനം. ഭഗവാന് വിലപിടിപ്പുള്ളതെന്നും വേണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളമായാലും ഒരു തുളസി ഇലയായാലും ഭക്തിയോടെ അത് ആര് ഭഗവാന് സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിച്ചിരിക്കും. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവിടെ ഭഗവാൻ എന്നും വസിക്കും. മറ്റുള്ളവരെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും അഹങ്കരിക്കുകയും ചെയ്താൽ ആ ഹൃദയത്തിൽ ഭഗവാൻ ഒരിക്കലും വസിക്കില്ല. വിദൂരൻ്റെ ഭാര്യയ്ക്ക് തെറ്റ് പറ്റിയിട്ടും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചത് അവളുടെ ഹൃദയം അത്രമേൽ ശുദ്ധമായതുകൊണ്ടാണ്. അഹങ്കാരമില്ലാതെ നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാനിലേക്ക് എത്താൻ ഏറ്റവും നല്ല മാർഗം. നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. നാമം ജപിച്ച് 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 നമുക്ക് ഭഗവാനിലെത്താൻ സാധിക്കും.